തൃശൂർ വടക്കാഞ്ചേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. തൃശൂർ ജില്ലയിൽ 126 KSRTC ഓർഡിനറി ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിയുടെ പരിധിയിൽ വരും. ജില്ലാതല ഉദ്ഘാടനം ജൂൺ 15 തിങ്കളാഴ്ച മാള KSRTC ഡിപ്പോയിൽ നടക്കും. കാട്ടാനകളെ അയ്യമ്പുഴ പഞ്ചായത്തിലേക്ക് ഓടിച്ചുവിടാനുള്ള വനംവകുപ്പിന്റെ നടപടിക്കെതിരെ ചാലക്കുടിയിൽ പ്രതിഷേധം. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് വിവിധ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നതിനിടെ തൃശൂർ വടക്കാഞ്ചേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ മാത്രം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 18 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4 വയസ്സുള്ള പെൺകുട്ടിയെയും 7 വയസ്സുള്ള ആൺകുട്ടിയെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുകയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇന്നലെ മാത്രം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി 18 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട്, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഷിഗല്ല ബാധയെ തുടർന്ന് 1 മരണം കൂടി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതേസമയം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം, വെസ്റ്റ് നൈൽ പനി തുടങ്ങിയ രോഗങ്ങളും സംസ്ഥാനത്ത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നലെ മാത്രം 56 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 11 പേർക്ക് എലിപ്പനിയും 3 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു. കൂടാതെ 24 പേർക്ക് മഞ്ഞപ്പിത്തവും 94 പേർക്ക് ചിക്കൻ ബോക്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് നൈൽ പനിയും ആശങ്ക ഉയർത്തുന്ന സാഹചര്യത്തിൽ 6 പുതിയ കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തോടെ തൃശൂർ ജില്ലയിൽ 126 ഓർഡിനറി ബസ്സുകൾ പദ്ധതിയുടെ പരിധിയിൽ വരും. ജില്ലയിലെ 7 ഡിപ്പോകളിൽ നിന്നുള്ള ഓർഡിനറി ടൗൺ ടു ടൗൺ ബസ്സുകളിലാണ് ആനുകൂല്യം ലഭ്യമാക്കുക. അതേസമയം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജൂൺ 15 തിങ്കളാഴ്ച മാള KSRTC ഡിപ്പോയിൽ നടക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാന സർക്കാർ പദ്ധതിയോടെ തൃശൂർ ജില്ലയിൽ 126 ഓർഡിനറി ബസ്സുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ജില്ലയിലെ 7 KSRTC ഡിപ്പോകളിൽ നിന്ന് സർവീസ് നടത്തുന്ന ഓർഡിനറി ടൗൺ ടു ടൗൺ ബസ്സുകളിലാണ് സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വരുന്നത്. വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ഗ്രാമവണ്ടികളും പദ്ധതിയിൽ ഉൾപ്പെടും. സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 9:30 മാള KSRTC ഡിപ്പോയിൽ നടക്കും. യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നത് ചാലക്കുടി ഡിപ്പോയിൽ നിന്നാണ്. 23 ബസ്സുകളാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. 8 ബസ്സുകളുമായി ഇരിങ്ങാലക്കുട ഡിപ്പോയാണ് ഏറ്റവും കുറവ്. തൃശൂർ ഡിപ്പോയിൽ 20 ബസ്സുകളും മാളയിൽ 20 ബസ്സുകളും പാലക്കാട് 21 ബസ്സുകളും ഗുരുവായൂരിൽ 19 ബസ്സുകളും കൊടുങ്ങല്ലൂരിൽ 15 ബസ്സുകളും ഉൾപ്പെടെ ആകെ 126 ഓർഡിനറി ബസ്സുകളാണ് ജില്ലയിൽ സർവീസ് നടത്തുന്നത്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ കുറവ് തുടരുന്നതായും കൂടുതൽ സർവീസുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഉയരുന്നതായും KSRTC അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, മാള. കാട്ടാനകളെ അയ്യമ്പുഴ പഞ്ചായത്തിലേക്ക് ഓടിച്ചുവിടാനുള്ള വനംവകുപ്പിന്റെ നടപടിക്കെതിരെ ചാലക്കുടിയിൽ ശക്തമായ പ്രതിഷേധം. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടന്നതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. കാട്ടാനകളെ തുരത്തുന്നതിനിടെ അവയെ അയ്യമ്പുഴ പഞ്ചായത്തിലേക്ക് ഓടിച്ചുവിടാനുള്ള വനംവകുപ്പ് നടപടിക്കെതിരെ ചാലക്കുടിയിൽ പ്രതിഷേധം ശക്തമായി. ചാലക്കുടി DFOയുടെ കീഴിലുള്ള RRT സംഘമാണ് കാട്ടാനകളെ അയ്യമ്പുഴ ഭാഗത്തേക്ക് നീക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിലവിൽ അയ്യമ്പുഴ പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 13 വാർഡുകളിലും കാട്ടാന ശല്യം രൂക്ഷമായിരിക്കെയാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇതിനെതിരെയാണ് വെറ്റിലപ്പാറ പാലത്തിന് സമീപം അയ്യമ്പുഴ പഞ്ചായത്ത് അതിർത്തിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 റോഡ് ഉപരോധം ആരംഭിച്ചത്.
നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്നാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് റെജി വർഗീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. സമരത്തിനിടെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO വാഹനവുമായി സ്ഥലത്തെത്തിയതോടെ പ്രതിഷേധക്കാരുമായി വാക്കേറ്റവും ചെറിയ സംഘർഷാവസ്ഥയും ഉണ്ടായി. ഈ നടപടി തുടർന്നാൽ സമരം കടുപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, ചാലക്കുടി. ലോകകപ്പ് ഫുട്ബോൾ ആവേശം ഉയരുന്നതിനിടെ കൊടുങ്ങല്ലൂരിൽ ശ്രദ്ധ നേടി ഭീമൻ ആരാധക ഫ്ലക്സ്. പോർച്ചുഗൽ ആരാധകർ ചേർന്ന് സ്ഥാപിച്ച 25 അടി നീളമുള്ള ഫ്ലക്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ചിത്രങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെയും പ്രാദേശിക ടൂർണമെന്റുകളുടെയും ആവേശം നിറയുന്നതിനിടെ കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലത്ത് ശ്രദ്ധ നേടി കൂറ്റൻ ആരാധക ഫ്ലക്സ്. ടൗൺ ബാങ്കിന് സമീപം ഗൗരിശങ്കർ അഴീക്കോട് റോഡിന്റെ ഇടതുവശത്തായാണ് 25 അടി നീളമുള്ള ഭീമൻ ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ദൂരക്കാഴ്ചയിൽ പോലും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ഒരുക്കിയ ഫ്ലക്സിൽ പോർച്ചുഗലിന്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള പ്രമുഖ ഫുട്ബോൾ താരങ്ങളുടെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചപ്പാലത്തെ ഏറ്റവും നീളം കൂടിയ ഫുട്ബോൾ ആരാധകർ ഫ്ലക്സാണിതെന്നാണ് പോർച്ചുഗൽ ആരാധകർ അവകാശപ്പെടുന്നത്. പ്രദേശത്തെ പോർച്ചുഗൽ ആരാധകരും വിദേശത്തുള്ള ഫുട്ബോൾ പ്രേമികളും ചേർന്നാണ് ഇതിനാവശ്യമായ തുക കണ്ടെത്തിയത്. സർഗ ജോസ് ആണ് ഭീമൻ ഫ്ലക്സ് ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയത്. അശ്വിൻ ഡേവിസ്, AS അഖിൽജിത്ത്, KV സിനിത്, ആൽവിൻ ഡേവിസ്, എഡ്വിൻ ആകാശ്, അജയ്, അർജുൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഫ്ലക്സ് സ്ഥാപിച്ചത്. ലോകകപ്പ് ആവേശം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ ആരാധകരുടെ ഈ വ്യത്യസ്തമായ ഒരുക്കം പ്രദേശവാസികളുടെയും ഫുട്ബോൾ പ്രേമികളുടെയും ശ്രദ്ധ നേടുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ പകിട്ടേകുന്നതിനും വനിതാ കർഷക കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കയ്പമംഗലത്ത് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. CDSഉം കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി തൈനടിയിൽ പരിപാടിയും സംഘടിപ്പിച്ചു. ഓണക്കാലത്ത് വർണ്ണാഭമായ പൂക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വനിതാ കർഷക കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുന്നതിനുമായി കയ്പമംഗലം CDSഉം കൃഷിഭവനും സംയുക്തമായി നിറപ്പൊലിമ പദ്ധതിക്ക് തുടക്കമിട്ടു. 2026-27 ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ IFC വനിതാ കർഷക ഗ്രൂപ്പുകൾക്കായി സംഘടിപ്പിച്ച ചെണ്ടുമല്ലി തൈ നടീൽ പരിപാടി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ CB ആര്യ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം PC മനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, CDS വൈസ് ചെയർപേഴ്സൺ ദീപ പ്രദീപൻ എന്നിവരടക്കമുള്ളവർ സംസാരിച്ചു. കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, CDS അംഗങ്ങൾ, JLG അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ബാലസഭാംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകുന്നതിനൊപ്പം വനിതാ കർഷക കൂട്ടായ്മകൾക്ക് കൂടുതൽ വരുമാനവും തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിറപ്പൊലിമ പദ്ധതിക്ക് തുടക്കമായത്. മീഡിയ ടൈം, കയ്പമംഗലം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുഴൂർ വാതിക സാംസ്കാരിക വേദി പ്രതിഭാ സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വാതിക സാംസ്കാരിക വേദി നിരവധി നാടകങ്ങളും മത്സരങ്ങളും എല്ലാ സാംസ്കാരിക പരിപാടികളുമൊക്കെയായി കുഴൂരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാംസ്കാരിക മുഖമായി പ്രവർത്തിക്കുന്ന സംഘടന കൂടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഔദ്യോഗികമായി വാതികയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നാടകോത്സവങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും വന്ന് കണ്ടുപോയിട്ടുള്ള ഒരാളെന്ന് എനിക്കപ്പുറത്തേക്ക് ആദ്യമായിട്ടാണ് നേരിട്ട് പങ്കെടുക്കുന്നത്. ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകത 2026 SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ കൂടി ആദരിക്കുന്നുണ്ടെന്നാണ്. ഞാൻ ഇന്ന് മാത്രമായി പങ്കെടുക്കുന്ന ഒരു 4ാമത്തെ 5ാമത്തെ ആളുകൾ പരിപാടിയാണ്. രാവിലെ മാതൃഭൂമിയുടെ ഒരു പരിപാടിയിൽ കൂടി പങ്കെടുത്തിട്ടാണ് വന്നത്. 14,000-ഓളം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെയും ഉള്ള ആളുകളൊക്കെ A+ അവിടെയും രാവിലെ ഉണ്ടായി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് കെമിസ്ട്രി അസോസിയേഷൻ ഒരു പരിപാടി, ടീച്ചേഴ്സ് സംഘടനയാണ്, കെമിസ്ട്രി അധ്യാപകരുടെ ഒരു സംഘടനയാണ്. അപ്പോൾ അതിൽ +1-നും +2-നും കെമിസ്ട്രിയിൽ മുഴുവൻ മാർക്കും വാങ്ങിയ വിദ്യാർത്ഥികളാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. TS പുഷ്പൻ, സേതുമോൻ ചിറ്റേത്ത്, PR അജിത് കുമാർ, സുധാ ദേവദാസ്, രശ്മി പ്രദീപ്, സിന്ധു ഷാജി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
പഞ്ചായത്തിൽ SLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും മർച്ചന്റ് യൂത്ത് വിംഗ് സ്ഥാപക പ്രസിഡന്റുമായ PJ പ്രേമന് മർച്ചന്റ് അസോസിയേഷൻ വ്യാപാര രത്ന പുരസ്കാരം നൽകി ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KV പോൾ, പ്രതിപക്ഷ ലീഡർ ജിൽ ആന്റണി, രഞ്ജിത്ത് പോൾ ചുങ്കത്ത്, ജോബി മേലടത്ത്, ലിൻഡോ തോമസ്, സിന്ധു ബാബു, ഷൈജു പുത്തൻപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ആദരണീയം 2026 സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സംഘടിപ്പിച്ച പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK രാധാകൃഷ്ണൻ, KK ഹാഷിഖ്, റസോജ ഹരിദാസ്, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, PN രാമദാസ്, കൗൺസിലർ T സജീവൻ, നഗരസഭാ സൂപ്രണ്ട് സിന്ധ് K സുധൻ തുടങ്ങിയവർ സംസാരിച്ചു. CLC ദേശീയ സംസ്ഥാന ഭാരവാഹികളുടെ സെർവിയം 2026 നേതൃസംഗമം ചാലക്കുടി ഫൊറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർപോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഡേവിസ് കൊച്ചുവീട്ടിൽ പതാക ഉയർത്തി. ചാലക്കുടി ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ജോസി കോണോത്ത് എന്നിവർ പ്രസംഗിച്ചു. വിവിധ സെക്ഷനുകളിൽ ഫാദർ ജോസ് ഇടശ്ശേരി, OD വർക്കി, പ്രൊഫസർ ജോസഫ് C മറ്റം, അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, അനിൽ PL, OS ടോമി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വോസ ചാരിറ്റബിൾ സൊസൈറ്റി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന സദസ്സും നടന്നു. കയ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത് അവാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വോസ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പ്രേമൻ സുപ്രീം അധ്യക്ഷത വഹിച്ചു. വോസ വർക്കിംഗ് കമ്മിറ്റി രക്ഷാധികാരി PK അബ്ദുൾ റഹ്മാൻ ഉപഹാര സമർപ്പണം നടത്തി. വോസ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി പറക്കോട്ട് ഫണ്ട് കൈമാറ്റം നടത്തി. വാർഡ് മെമ്പർ ഷീലു, ഇസാബിൻ, അബ്ദുൽ കരീം, +2 പ്രിൻസിപ്പൽ AG സുനിൽ, VHC പ്രിൻസിപ്പൽ സൗമ്യ, പ്രധാന അധ്യാപിക PS സീനത്ത്, PTA പ്രസിഡന്റ് PN നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വടക്കാഞ്ചേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. തൃശൂർ ജില്ലയിൽ 126 KSRTC ഓർഡിനറി ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിയുടെ പരിധിയിൽ വരും. ജില്ലാതല ഉദ്ഘാടനം ജൂൺ 15 തിങ്കളാഴ്ച മാള KSRTC ഡിപ്പോയിൽ നടക്കും. കാട്ടാനകളെ അയ്യമ്പുഴ പഞ്ചായത്തിലേക്ക് ഓടിച്ചുവിടാനുള്ള വനംവകുപ്പിന്റെ നടപടിക്കെതിരെ ചാലക്കുടിയിൽ പ്രതിഷേധം. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടന്നു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.